ഷുഹൈബ് വധക്കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന പ്രതികളുടെ ഹർജി കോടതി തള്ളി. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 3 നടക്കുന്ന വിചാരണ മാറ്റണമെന്നായിരുന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, ഇതെന്താണ് സംഭവം? ഷുഹൈബ് വധക്കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന പ്രതികളുടെ ഹർജി കോടതി തള്ളി. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി മുന്നിൽ നടക്കുന്ന വിചാരണ മാറ്റണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം. മുഹമ്മദ് അസ്ലം ചേരുന്ന വിവരങ്ങളുമായി. അസ്ലം, പ്രതിഭാഗത്തിന്റെ ആവശ്യം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അവർ കോടതി മാറ്റണമെന്ന് പറഞ്ഞത്? ജഡ്ജിയുടെ ഇടപെടലിനെ കുറിച്ചുള്ള ചില പരാതികൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ തലശ്ശേരി അഡീഷണൽ സെഷൻ കോടതി 3 വിചാരണ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. അതേസമയം തന്നെ പ്രതിഭാഗം അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദം എന്ന് പറയുന്നത് ഇത് കേസ് അന്വേഷണം അല്ലെങ്കിൽ വിചാരണ നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ ഭാഗമാണ് ഈ നീക്കങ്ങൾ, പ്രതിഭാഗ നീക്കങ്ങൾ എന്ന് തന്നെ അത് അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. നേരത്തെ അത് ഈ ഒരു വാദം മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ചുമതലയുള്ള അഡീഷണൽ സെഷൻസ് 1 കോടതി ഇപ്പോൾ ഈ കോടതി മാറ്റം എന്ന ആവശ്യം തള്ളിക്കൊണ്ട് ഉത്തരവിട്ടിരിക്കുകയാണ്. എന്തായാലും ആ നിലവിലുള്ള കോടതി, അതായത് അഡീഷണൽ സെഷൻസ് 3 കോടതിയിൽ തന്നെ ഷുഹൈബ് കേസിന്റെ വിചാരണ തുടരും. ജഡ്ജി റൂബി കെ ജോസഫാണ് ഇപ്പോൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം അവർ 2 സാക്ഷി വിസ്താരം അറ്റൻഡ് ചെയ്തിരുന്നില്ല. ഇനി എന്തായാലും സാക്ഷി വിസ്താരം തുടരും.